എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു അഭിനന്ദന അർഹമായ ഒരു വീഡിയോയുമായിട്ടാണ്. മിനിക്കോയ് പോലീസ് സ്റ്റേഷനിലെ ലക്ഷദ്വീപ് പോലീസിന് അഭിനന്ദനങ്ങൾ. അടുത്തിടെ ലഭിച്ച ഒരു പരാതിയെ അതിവേഗം പരിഗണിച്ച് മിനിക്കോയ് പോലീസ് സംഘത്തിൻ്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ നഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ തിരികെ കണ്ടെത്തിയിരിക്കുന്നു. പരാതി ഇങ്ങനെയായിരുന്നു. വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയുടെ ബന്ധു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ബന്ധുവിൻ്റെ മൊബൈൽ ഫോൺ കപ്പലിൽ വച്ച് നഷ്ടപ്പെടുകയായിരുന്നു. സംഭവം ഉടൻ മിനിക്കോയ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അധികാരികൾ പരാതികൾ സ്വീകരിച്ച് ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. DYSP ഷമീർ സാറിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് ഇൻചാർജ് ശ്രീ B. ഖാസിം, പോലീസ് കോൺസ്റ്റബിൾ KK മുഹമ്മദ് ഖലീൽ എന്നിവരുടെ സജീവ ഇടപെടലിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്ന് നടപടികളിൽ ഫോൺ എറണാകുളത്ത് ഒരാളുടെ കൈവശമുണ്ടെന്ന് കണ്ടെത്തി. അത്യന്തം കാര്യക്ഷമമായ നടപടികളിലൂടെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഫോൺ തിരിച്ചുപിടിക്കുകയും ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു. ഈ മികച്ച പ്രവർത്തനത്തിന് ലക്ഷദ്വീപ് പോലീസിന് ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്ന് ഫാറൂഖ്. ഇനി അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ബോർഡിങ്ങിന് പോകുന്ന സമയത്ത് മിസ്സായതാണ്. എവിടെ വീണെന്ന് അവർക്കൊന്നും അറിയില്ല. ഷിപ്പിൽ കയറിയിട്ടാണോ അല്ല കയറാൻ മുന്നേ ആണോ എന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ റിട്ടേൺ എഴുതി കൊടുത്ത് EMI നമ്പറൊക്കെ വെച്ചിട്ട് പിന്നെ അത് ഫോണിൽ ഉള്ള 2 സിമ്മിൻ്റെ നമ്പറും കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ ഇവർ സാറുമാരൊക്കെ സഹായിച്ചു. ഒരു സൈറ്റുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഫോണിൽ ഏത് സിമ്മാണോ ഉള്ളത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. പിന്നെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇവർ എന്താ പറയുക, വേറൊരാൾ ഫോൺ എടുത്തപ്പോൾ നമ്മുടെ ഈ ഇമെയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വന്നു കിട്ടുമോ, പിന്നെ അത് എന്താവും, മിസ്യൂസ് ആവുമോ, അങ്ങനത്തെ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഹാപ്പിയാണ്. എല്ലാ രീതിയിലും അവർ സഹായിച്ച് നല്ല രീതിയിൽ ഫോണ് നമുക്ക് ഇന്ന് കിട്ടി.